OET സ്നേഹിച്ച് പഠിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം നടത്തുന്നത്. നമുക്ക് സ്നേഹിക്കുക OET സ്നേഹിച്ച് കീഴ്പ്പെടുത്താം. ഇത് നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക, മറ്റുള്ളവരിലേക്ക് ഒന്ന് പങ്കുവെക്കുക. ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാരിലേക്ക് മാക്സിമം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. OET സ്കിൽസ്, റീഡിംഗ് പാർട്ട് C സ്കിൽസ്. അപ്പൊ അടുത്ത ചോദ്യം ലെക്സിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഈസി ആയിട്ട് 4 ചോദ്യം 2 പാസേജിലെ ലെക്സിക്കൽ റെഫറൻസും ഉണ്ടാവും. അത് നിങ്ങൾക്ക് 1 മിനിറ്റിനകം 4 ചോദ്യം എഴുതി എടുക്കാവുന്നതാണെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞിരുന്നു ഒന്നിലെ അത് കഴിയുമ്പോഴേ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിരിക്കും ആൻസർ. അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒന്നും നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഓൺ എ വിം എന്നുള്ളതിന്റെ ആ കോൺസെപ്റ്റ് വെച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് ഒന്നോട് ശ്രദ്ധിച്ച് കേട്ടോ. 17. In the second paragraph, the writer uses the term on a whim to show Dr. Peters' belief that a further research should be carried out. B. Current healthcare systems are not adequate. C. The findings of recent research are remarkable. D. Careful consideration is extremely important. A randomized study examining smoking cessation intervention before joint replacement surgery saw wound infection rates reduced from 27% in continuing smokers to 0 in those who quit smoking, Dr. Peters said. Almost 8% of breast reconstruction patients who smoke experience abdominal wall site necrosis, compared with 1% of non-smokers. These results are obviously significant. He believes that it's much better that the prioritization occurs on the basis of good evidence rather than on a whim or some political influence. If there was a healthcare system that had everything patients need and want immediately, there wouldn't be a problem. But we don't have that, and as far as I'm aware no country truly does. You have to determine priorities, Peters says. Okay. D. D. Dog. D for dog. D for dog. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? Extremely. Careful consideration is extremely important. That is much better than prioritization is occur on the basis of good but- It's much better that prioritization occurs on the basis of good evidence. അതിന്റെ സിനോണിമസ് ആണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഇപ്പൊ പേരൊക്കെ ഉണ്ട്, ഇവിടെ ഡോക്ടർ പീറ്റേഴ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഹി ബിലീവ്സ് അവിടെയൊക്കെ വെച്ച് പോകാം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ലെക്സിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഹൈലൈറ്റ് ചെയ്ത അണ്ടർലൈനോ ഹൈലൈറ്റോ ഇങ്ങനെ ഇൻവേർട്ടഡ് സിംഗിൾ ഇൻവേർട്ടഡ് കോമ ഒക്കെ കാണും. ആ ഹൈലൈറ്റ് ചെയ്ത വാക്കിന്റെ അടുത്തേക്കില്ല, അത് കഴിഞ്ഞ് നോക്കുക. ഭൂരിപക്ഷ സമയം അത് കഴിയുമ്പോഴേ ആൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ആൻസർ ഉണ്ടാവും. അപ്പൊ ഇതിനുള്ളത് അതിന് തൊട്ട് മുമ്പാണ് ആൻസർ, അല്ലേ? അത്രയേ ഉള്ളൂ ലെക്സിക്കൽ ക്വസ്റ്റ്യനില്. ഇറ്റ്സ് മച്ച് ബെറ്റർ ദാറ്റ് ദ പ്രയോറിറ്റൈസേഷൻ ഓക്കർസ് ഓൺ ദ ബേസ് ഓഫ് ഗുഡ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ കൺസിഡറേഷൻ ഈസ് ഇമ്പോർട്ടന്റ്. അത് പാരാഫ്രൈസിംഗ് ആണ്. അതിന് അധികം എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. വേണ്ട. വേണ്ട. ഓക്കെ.